Good afternoon, all. Good afternoon. Okay. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? നിങ്ങൾക്ക് വോയിസിലൂടെ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. വോയിസിലൂടെ വിഷ് ചെയ്യാട്ടോ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സമയങ്ങളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ എവിടെ വരെയാണ് എടുത്ത് നിർത്തിയത്? ഫ്രിഞ്ച് ബെനിഫിറ്റ്സിന്റെ അതിന്റെ അല്ലെ ഏതൊക്കെ ആർക്കൊക്കെ കൊടുക്കണം, അല്ലെ ഏതൊക്കെ രീതിയിൽ അതിന്റെ മെത്തേഡ്സുകൾ, അല്ലെ ഏതൊക്കെ രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്തിരിക്കേണ്ടതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യൻസ് വരെ. ഓക്കെ, നമ്മളെ എംപ്ലോയീസിന്റെ ചോയ്സ് എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തത് അല്ലെ ലാസ്റ്റ് പോയിന്റില്. അപ്പൊ അതായത് നമ്മൾ ഫ്രിഞ്ച് ബെനിഫിറ്റ് കൊടുക്കുന്ന കാര്യം കണ്ടു. അപ്പൊ ഓരോരുത്തർക്കും അനുയോജ്യമായ രീതിയിൽ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് കൊടുക്കണം അല്ലെ. അവർക്ക് അവിടെയുള്ള എംപ്ലോയീസിനെ തൃപ്തിപ്പെടുത്തുകയും വേണം. അതേപോലെ തന്നെ ഓർഗനൈസേഷന് ഒരുപാട് അല്ലെ കോസ്റ്റ് ബേർഡൻ ഉണ്ടാവുകയും ചെയ്യരുത്. അപ്പൊ ആ രീതിയിൽ നമ്മളിത് കൈകാര്യം ചെയ്തെടുക്കുമ്പോൾ എംപ്ലോയീസിന്റെ ചോയ്സ് എത്രത്തോളം നല്ലത് ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പേഴ്സണൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാം. സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യൻസിലൂടെ അവരുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചറിയാമെന്ന് പറഞ്ഞു. ദെൻ തേർഡ് പോയിന്റ് സൊഫിസ്റ്റിക്കേറ്റഡ് റിസർച്ച് മെത്തേഡ്. അതും കൂടി ഞാൻ ഡിസ്കസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തെന്ന് തോന്നുന്നു അല്ലെ. ഓക്കെ, അതിന്റെ ജസ്റ്റ് അത് പറഞ്ഞു തീർത്തേർന്നോ? അതും പറഞ്ഞു തീർത്തേർന്നു. ഓക്കെ, അതില് എന്താണ് പ്രധാനമായിട്ടും പറഞ്ഞത്? സങ്കീർണമായിട്ടുള്ള രീതിയിൽ നമ്മൾ റിസർച്ച് നടത്തിയിട്ടും അവരുടെ ആഗ്രഹങ്ങൾ കണ്ടെത്താം എന്നുള്ളത് പറഞ്ഞു അല്ലെ. ക്വസ്റ്റ്യൻ പേഴ്സണൽ ഇന്റർവ്യൂ പുറമെ സങ്കീർണമായിട്ടുള്ള ചില ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. Thus more sophisticated marketing research tools are employed by many firms so that it is possible to measure the significance of employees' preference related to different benefits plans. Okay, നമുക്ക് അത് അനുസരിച്ചിട്ട് നമുക്കറിയാം അവരുടെ ഓരോ സങ്കീർണമായിട്ടുള്ള രീതികളിൽ ഗവേഷണം നടത്തുമ്പോൾ അവർക്ക് എന്തൊക്കെ തരത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കും. വോയിസ് അൺമ്യൂട്ട് ആണോ? ഇപ്പൊ വോയിസ് അൺമ്യൂട്ട് ആണോ? നിങ്ങളുടെ വോയിസ് മ്യൂട്ടാണോ അൺമ്യൂട്ടാണോ? ഇപ്പൊ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് വന്നോന്ന് അറിയാനാണ്. നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ വോയിസിലൂടെ ഓക്കെ ആണെന്നോ? എന്തെങ്കിലും ഇൻഫർമേഷൻ പറയൂ. വോയിസ് മ്യൂട്ടാണ് അല്ലെ? എന്റെ വോയിസ് കുറവാണെന്നാണോ? എനിക്കൊരു ചെറിയ പ്രോബ്ലം ഉണ്ട്. അതല്ല, ഓൾറെഡി നിങ്ങളുടെ വോയിസും കൂടി എന്തെങ്കിലും അൺമ്യൂട്ടായിട്ട് ഓപ്ഷൻ എന്തെങ്കിലും മാറി കിടപ്പുണ്ടെങ്കിൽ പ്രോബ്ലം ആണ്. ഞാൻ പറയുന്നത് ഒട്ടും കേൾക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്.
ഓക്കെ, നിങ്ങളുടെ എല്ലാം മ്യൂട്ടായിട്ടല്ലേ കിടക്കുന്നത്? ഓക്കെ അല്ലേ? യെസ്, ഓക്കെ. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിക്കൊരു ചെറിയ തൊണ്ട കുറച്ച് നാളായി മെഡിസിൻ കഴിച്ചിട്ടൊന്നും അങ്ങോട്ട് മാറുന്നില്ല. എനിവേ നിങ്ങൾക്ക് എന്താണ് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവാം. റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതുണ്ടെങ്കിൽ പറഞ്ഞു പോവാം. ഓക്കെ, ഇപ്പൊ നമ്മള് എന്താണ് നമ്മൾ നേരത്തെ കണ്ടത്, ക്വസ്റ്റ്യൻ നടത്തി, അതല്ലെങ്കിൽ അല്ലെ സാധാരണ രീതിയിൽ പേഴ്സണൽ ഇന്റർവ്യൂ നടത്തിയിട്ട് അവിടെയുള്ള എംപ്ലോയീസിന്റെ എന്താണ് ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. അതിനപ്പുറം എന്താണ് റിസർച്ചുകൾ നടത്തി അല്ലെ, ചെറിയ രീതിയിലുള്ള റിസർച്ചുകളൊക്കെ നടത്തിയിട്ടും നമുക്ക് ഈ രീതിയിലുള്ള എംപ്ലോയീസിന്റെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് കണ്ടെത്താനായിട്ട് സാധിക്കുമെന്നുള്ളത് പറഞ്ഞു. ഓക്കെ, നമ്മള് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ when the certain alternative plans have been formulated by the employers, then only these sophisticated research tool can be implemented. നമുക്ക് ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് അല്ലെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് അതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും കണ്ടെത്താനായിട്ട് സാധിക്കും അല്ലെ. ഇപ്പോ ഒന്നില്ലെങ്കിൽ ട്രാവലിംഗ് അലവൻസ് വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം, അതല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ബസ് സർവീസ് അല്ലെ വേണമെങ്കിൽ ഇങ്ങനെ കുറച്ച് നിയറസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ അവരെല്ലാവരെയും കൂടി നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ വ്യക്തികളെ എന്താണ് ഓഫീസിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ സാധിക്കും. അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഇവരുടെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാനുകളെ കുറിച്ചിട്ട് ചിന്തിക്കേണ്ടി വരും. ഓക്കെ, ദെൻ എന്താണ് അതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്തെടുക്കാൻ സാധിക്കും അല്ലെ, ഏതാണ് നല്ലത് എന്നുള്ളത് ചൂസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ നോക്കാം, ദെൻ ഓൺലി ദീസ് സൊഫിസ്റ്റിക്കേറ്റഡ് റിസർച്ച് ടൂൾസ് ക്യാൻ ബി ഇംപ്ലിമെന്റഡ്. ദസ് മോസ്റ്റ് ഓഫ് ദ ടൈം simplified questionnaires and interviews are followed by these techniques, and it may require further interviews or use of questionnaires. ഓക്കെ, നമ്മൾ എപ്പോഴും എന്താണ് സാധാരണയായിട്ട് പൊതുവെ നമ്മൾ എന്താണ് ഒരു ആൾക്കാരായിട്ട് അല്ലെ ഇവരെ മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് എംപ്ലോയീസിനെ വ്യക്തിപരമായിട്ട് തന്നെ എന്താണ് ഓരോരുത്തരെയും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് മനസ്സിലാക്കണം. ഒരു വലിയ ഒരുപാട് ലോട്ട് ഓഫ് പീപ്പിൾസ് വർക്ക് ചെയ്യുന്ന കമ്പനിയൊക്കെ ആണെങ്കിൽ അത് അളക്കാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അല്ലെ. ഓരോരുത്തരെയും കോൺസെൻട്രേറ്റ് ചെയ്ത് അളക്കാന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഒരു ഗവേഷണാടിസ്ഥാനത്തിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി നോക്കുന്നത്. എങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുമ്പോഴും ഒക്കെ അവര് ഫേവറബിൾ ആയിട്ട് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാനൊക്കെ ആയിട്ട് താല്പര്യപ്പെടും അല്ലെ. അപ്പോൾ വ്യക്തിപരമായിട്ട് അളക്കാനായിട്ട് സാധിക്കാത്ത രീതികളൊക്കെ ഉണ്ടെങ്കിലാണ് സാധാരണയായിട്ട് സോഫ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് ഈ രീതിയിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നടപ്പാക്കാനായിട്ട് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് കണ്ടെത്തിയിട്ട് നടപ്പാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ആണോ? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോയിന്റ് തന്നെയാണ്. നമുക്ക് നെക്സ്റ്റ് നോക്കാം, കോസ്റ്റ് കണ്ടെയ്ൻമെന്റ്. കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് എന്ന് പറയുമ്പോൾ ചിലവ് നിയന്ത്രണം അല്ലെ. The main focus remain either on the reduction of the size of the claim or decreasing the administrative cost linked with the benefit plans, so that the benefit cost can be controlled. ഓക്കെ, പൊതുവെ നമുക്കറിയാം ഈ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകളൊക്കെ കൊടുക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ആ ഒരു സൈസ് അല്ലെ, അത് ഇത്രയും നീണ്ട കാലയളവിലൊക്കെ കൊടുക്കുന്നതിന്റെ ഒക്കെ ആ ഒരു വലിപ്പം അത് കുറയ്ക്കുക, അതല്ലെങ്കിൽ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റുകളൊക്കെ അധികമുള്ള ഇതുകളൊക്കെ ആണെങ്കിൽ ഒരുപാട് പേപ്പർ വർക്കും കുറെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അറിഞ്ഞ് അല്ലെ അതിനെ കുറിച്ചിട്ടൊക്കെ കുറെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടാണ് ഈ ഒരു ബെനിഫിഷ്യൽ പാക്കേജ് കൊടുക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ അതിനൊക്കെ കോസ്റ്റ് അല്ലെങ്കിൽ കുറയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ആസൂത്രണം ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് മെയിൻ ഫോക്കസ് റിമെയിൻ either on the reduction of the size of the claim or decreasing the administrative cost linked with the benefit plan, so that the benefit cost can be controlled. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ കോസ്റ്റിനെ നമുക്ക് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും അല്ലെ. മിക്കവാറും നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും എംപ്ലോയർക്ക് ഒരുപാട് കോസ്റ്റ് മുടക്കിയിട്ട് എംപ്ലോയിനെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ കൊടുത്ത് തൃപ്തിപ്പെടുത്തണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. ശരിയല്ലേ? ആഗ്രഹം ഉണ്ടാവോ? വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ എന്നാൽ എന്താണ് അവിടെയുള്ള അവർക്ക് അല്ലെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യം കിട്ടുകയും വേണം. അങ്ങനെയുള്ള രീതിയായിരിക്കും ഏതൊരു എംപ്ലോയറും ചിന്തിക്കുന്നത് അല്ലെ. ശരിയല്ലേ? അപ്പൊ
എന്താണ് ഇതിലെ പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ the attempts of this method are to lower the cost or at least lower the rate of increase of cost rather than transferring these costs to employees. Okay, ഇപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയി കുറച്ച് എന്തെങ്കിലും അല്ലെ ഒരു ചെറിയ രീതിയിലുള്ള പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ടും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എംപ്ലോയിക്ക് അതിനനുസരിച്ചിട്ട് ഒരുപാട് ബർഡൻ ഉണ്ടാവില്ല. ശരിയല്ലേ? അവരുടെ ഒരു കുറച്ച് പോർഷനും കൂടി ഉണ്ട് അല്ലെ ഈ ഒരു ബെനിഫിഷ്യൽ പാക്കേജിൽ അവരൊരു ചെറിയ കോൺട്രിബ്യൂഷനും കൂടി ഉണ്ടെങ്കിൽ എംപ്ലോയർക്ക് മൊത്തത്തിൽ അത് വഹിക്കേണ്ടതായിട്ട് വരില്ല. അപ്പൊ ഒരുപാട് കോസ്റ്റ് അവർക്ക് അല്ലെ ആവശ്യം ചെലവഴിക്കേണ്ടതായിട്ടും വരില്ല അല്ലേ? ഓക്കെ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? വോയിസും കുറവായതുകൊണ്ട് ഓക്കെ ആണോ എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഓക്കെ, then അങ്ങനെ വരുമ്പോൾ എന്താണ് പൊതുവെ നമ്മൾ എന്താണ് കോസ്റ്റ് കുറയ്ക്കാനായിട്ടുള്ള തന്ത്രങ്ങൾ എപ്പോഴും ആലോചിക്കും അല്ലെ? In most of these cases, the main focus on employers is to reduce their own cost. അല്ലെ? പൊതുവെ സ്വന്തം കോസ്റ്റ് എംപ്ലോയറിന്റെ തൊഴിലുടമയുടെ സ്വന്തം കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനായിരിക്കും എപ്പോഴും അവർ പരമാവധി ശ്രമിക്കുന്നത്. However, some benefits are also given to the employer resulting from the cost reduction in the form of providing additional benefits to the employees or a decreased rate of a raise in inaccessible expenses. ചിലപ്പോഴൊക്കെ അവരുടെ കണ്ണിൽ എന്താ പറയുക ഒരു കണ്ണിൽ പൊടിയിട്ടുള്ള രീതിയിൽ അവര് കൈകാര്യം ചെയ്തു എന്ന് പറയില്ലേ? നമ്മളിപ്പോ ബിസിനസ്സിൽ ഒരു സാധനങ്ങളൊക്കെ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് 2 മേടിക്കുമ്പോൾ 1 ഫ്രീ എന്നൊക്കെയുള്ള രീതിയിൽ അല്ലെ? തീർച്ചയായിട്ടും നമുക്കറിയാം അതിന്റെ മൂന്നാമത്തെ കോസ്റ്റ് അവർ ഈടാക്കിയിട്ടാണ് ഇങ്ങനെ ഒരു കോംപ്ലിമെന്റ് തരുന്നത്. എന്ന് പറഞ്ഞ മാതിരി തന്നെ എംപ്ലോയിക്ക് ഇങ്ങനെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജ് അവര് എന്താണ് നടപ്പാക്കുകയും ചെയ്യും. പക്ഷെ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് അറിയാത്ത രീതിയിൽ തന്നെ ഇതിൻ്റെതായിട്ടുള്ള കോസ്റ്റുകൾ അവര് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇൻ കേസ് ചിലരൊക്കെ ആണെങ്കിലും അല്ലെ ചില ഓർഗനൈസേഷൻ ആണെങ്കിലും കുറച്ച് ഭാഗം ഇൻ കേസ് ഒരു ടൂർ പാക്കേജ് വരെ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു നിശ്ചിത പോർഷൻ എംപ്ലോയിയിൽ നിന്നും കൈപ്പറ്റാനായിട്ട് ശ്രമിക്കും അല്ലെ? അങ്ങനെ വരുമ്പോഴെന്താണ് ഒരുപാട് ഫിനാൻഷ്യൽ ബേർഡൻ ഇവർക്ക് ഉണ്ടാവില്ല. അതല്ലാത്ത രീതിയിൽ തന്നെ ചിലപ്പോൾ ആണെങ്കിൽ ഇവർക്ക് ഓവർ ടൈം ചെയ്യുമ്പോൾ ഡ്യൂട്ടി കൊടുക്കുന്നുണ്ട് അല്ലെ? അവർക്ക് സാലറി ഒക്കെ കൊടുക്കുമ്പോഴും തീർച്ചയായിട്ടും എന്താണ് ഓവർ ടൈം ചെയ്യുമ്പോൾ പ്രോഫിറ്റബിൾ ആകുന്നുണ്ട്, ഒപ്പം തന്നെ ഇവർക്ക് എന്താണ് ആനുകൂല്യം ലഭ്യമാകുന്നുമുണ്ട് അല്ലെ? അപ്പൊ 2 രീതിയിലും നമ്മൾ എന്താണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകൾ ലഭ്യമാക്കുമ്പോൾ തീർച്ചയായിട്ടും കോസ്റ്റ് നഷ്ടത്തിലല്ലാത്ത രീതിയിൽ അല്ലെ ഒരുപാട് കോസ്റ്റ് മുടക്കാതെ ലക്ഷ്യം നേടിയെടുക്കാനായിരിക്കും ഏതൊരു തൊഴിലുടമയും ശ്രമിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലേ? Okay, then next നോക്കാം apart from the plans of medical expenses. Okay, continue ചെയ്യാം. Apart from the plans of medical expenses, the different types of provisions and practice which are most common cost containment methods and are being implemented by many employers at present as stated below. Okay. അപ്പൊ നമ്മള് ഇത്തരത്തിലുള്ള സഹായ വിദ്യകൾ അല്ലെ പണം കൊണ്ട് തന്നെ ഫുൾഫില്ല് ചെയ്യാനായിട്ട് പറ്റാതെ നമ്മൾ ഏതെങ്കിലുമൊക്കെ പ്രൊവിഷൻ വിട്ടിട്ടായിരിക്കും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. പലതരത്തിലുള്ള ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള ടെക്നിക്കൽസ് പ്രയോഗിച്ചിട്ടായിരിക്കും ഇത്തരത്തില് എംപ്ലോയിയിൽ നിന്നും ചെറുതായിട്ട് അല്ലെ നമ്മളുടെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജ് അവർക്ക് കൊടുക്കുകയും ചെയ്യും, എന്നാൽ ഒരുപാട് കോസ്റ്റ് ഈടാക്കാത്ത രീതിയിലും കൈകാര്യം ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങളാണ് താഴെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഓൾട്ടർനേറ്റീവ് ടെക്നിക്സ് ഓഫ് ഫണ്ടിങ് വിച്ച് ഹെൽപ്പ് ഇൻ ഇംപ്രൂവിംഗ് ക്യാഷ് ഫ്ലോ ആൻഡ് റെഡ്യൂസിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. ഇപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ ടാക്സിന്റെ ഒരു ഇതുകളൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ ടാക്സിന്റെ ഇതൊക്കെ വരുമ്പോൾ നമുക്കറിയാം പല പല സ്ലാബുകളുണ്ട് അല്ലെ? ഏത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു വേണമെങ്കിൽ ഈ സ്ലാബ് എടുക്കാം, അതല്ലെങ്കിൽ മറ്റേ സ്ലാബിൽ ടാക്സ് പേയ്മെന്റ് ചെയ്യാം. അങ്ങനെ 1-2 ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സ്ലാബുകൾ തന്നിട്ട് അതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരും. അപ്പൊ തീർച്ചയായിട്ടും ഇതുമാതിരി തന്നെയാണ് ക്യാഷ് ഫ്ലോ ഒരു ഓൾട്ടർനേറ്റീവ് ടെക്നിക്സ് ഓഫ് ഫണ്ടിങ് വിച്ച് ഹെൽപ്പ് ഇൻ ഇംപ്രൂവിംഗ് ക്യാഷ് ഫ്ലോ. അവിടെ ക്യാഷ് ഫ്ലോനെ ഇംപ്രൂവ് ചെയ്യിക്കുന്നുണ്ട്, അതായത് കോസ്റ്റ് ബേർഡൻ ഇല്ലാത്ത രീതിയിൽ തന്നെ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഓൾട്ടർനേറ്റീവ് ടെക്നിക്സ് ആയിട്ട് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് എംപ്ലോയറിനെ സംബന്ധിച്ച് വൻ നഷ്ടം വരികയില്ല, എന്നാൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അവർക്ക് എന്താണ് സാറ്റിസ്ഫൈഡ് ആയിട്ട് പോവുകയും ചെയ്യും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡൈവേഴ്സിംഗ് കോമ്പറ്റീറ്റീവ് ബൈഡിംഗ് among the insurance firms and third party administrators which can reduce administrative cost.
ഓക്കെ, നമ്മളിപ്പോ പുതിയതായിട്ട് അല്ലെ പുറത്തുനിന്ന് എന്താണ് നമ്മുടെ ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഇൻഷുറൻസ് ഫേമുകളൊക്കെ വെൽക്കം ചെയ്തിട്ട് അല്ലെ അവരെ കൊണ്ടും കൂടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഈ കുത്ത് കാര്യങ്ങളൊക്കെ എന്താണ് അത് അവര് ബേർഡൻ ആയിട്ട് അല്ലെ അത് ഇൻഷുറൻസ് കമ്പനിയുടെ ബേർഡൻ ആയിട്ട് വലിച്ചു പോകുള്ളൂ. അപ്പൊ ഒരുപാട് കോസ്റ്റ് അവിടെ എന്താണ് ഒറ്റയ്ക്ക് തന്നെ എംപ്ലോയർ വഹിക്കേണ്ടതായിട്ട് വരില്ല. അപ്പൊ എന്താണ് പ്രൊപ്പോർഷനേറ്റ് ചെയ്ത് എന്ന ബെനിഫിഷ്യൽ ആനുകൂല്യങ്ങളെ ലഭ്യമാക്കുന്നത് തീർച്ചയായിട്ടും ആ ഓർഗനൈസേഷന്റെ അണ്ടറിലാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എംപ്ലോയിക്ക് അവിടെ എംപ്ലോയറിനോട് ഒരു കമ്മിറ്റ്മെന്റ് വരികയും ചെയ്യും. എന്നാൽ കോസ്റ്റ് ഒരുപാട് ഒറ്റയ്ക്ക് വഹിക്കേണ്ട ഒരു ബേർഡൻ ആയിട്ടുള്ള ഒരു ചുമതല എംപ്ലോയർക്ക് വരുന്നുമില്ല. കാരണം ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനിയും കൂടി അതിൽ ഇൻക്ലൂഡഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ഒക്കെ അങ്ങനെ അത് ഡീൽ ചെയ്തു. Then മറ്റൊരു രീതി പറയുകയാണെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എംപ്ലോയീസ് അസിസ്റ്റൻസ് ആൻഡ് വെൽനെസ് പ്രോഗ്രാംസ് വിച്ച് ക്യാൻ കൺട്രോൾ ഫ്യൂച്ചർ മെഡിക്കൽ ക്ലെയിംസ് ആൻഡ് റെഡ്യൂസ് അബ്സെന്റിസം. ഓക്കെ, നമ്മളിപ്പോ ഒരു എംപ്ലോയീസിനെ അസിസ്റ്റന്റ് ചെയ്തുകൊണ്ട് തന്നെ അല്ലെ അവർക്ക് സാധാരണ ഇൻഷുറൻസ് ഇതിലൊക്കെ നമുക്കറിയാം ഭാവിയിലും കൂടി സുരക്ഷ ഉറപ്പാക്കിയിട്ടാണ് അല്ലെ. അപ്പോ അവരുടെ ആശ്രിതർക്കും അവർക്കും കൂടിയൊക്കെ ഇൻഷുറൻസ് ഉറപ്പാക്കുമ്പോൾ എന്താ പ്രത്യേകത, എന്താ അവിടെയുള്ള എംപ്ലോയറെ സംബന്ധിച്ച് അല്ലെ തൊഴിലുടമയെ സംബന്ധിച്ച് എന്താ പ്രത്യേകത, അവരുടെ കമ്പനി നഷ്ടത്തിലാവാതെ തന്നെ അവർ ആബ്സെന്റീസ് ഒന്നും കൂടാതെ തന്നെ വർക്ക് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യും. അങ്ങനെയുള്ള നഷ്ടങ്ങളെല്ലാം വരാതിരിക്കുകയും ചെയ്യും അല്ലെ. അപ്പൊ പല ടെക്നിക്കുകളുണ്ട് ഇങ്ങനെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ ലഭ്യമാക്കുമ്പോൾ അവർക്ക് എന്താണ് അവിടെ എംപ്ലോയീസിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് എന്താണ് ഫിനാൻഷ്യലി ഒരുപാട് ബേർഡൻ ആവാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും അവർ ചൂസ് ചെയ്യുക. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എംപ്ലോയീസിന്റെ എന്താണ് ആഗ്രഹങ്ങൾ എന്നെല്ലാം ചോദിച്ചറിഞ്ഞിട്ട് സർവേ ഒക്കെ നടത്തി അവരെ തൃപ്തിപ്പെടുത്തുന്ന മോഡൽ മാത്രമാണ് സ്വീകരിക്കുകയുള്ളൂ. പക്ഷെ അവിടെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഓൾട്ടർനേറ്റീവ് ടെക്നിക്സുകളൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് പോവാം. Considering that most plans which are formulated by the employers also cover the dependents, the awareness has also increased with respect to informing the dependents of the employees about different types of benefits plans organized by the firm. ഓക്കെ, അവര് എപ്പോഴും എന്താണ് ഈ എംപ്ലോയർ എപ്പോഴും പറയും അല്ലെ നമ്മളുടെ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനോടാണെങ്കിൽ എപ്പോഴും എന്താണ് അവരെ ഇൻഫോം ചെയ്യും, എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇൻഷുറൻസ് പാക്കേജുകളൊക്കെ ഞങ്ങൾ തരുന്നുണ്ട്, ഞങ്ങൾ അതിന്റെ നമ്മുടെ റിസ്കിലാണ് ഇതൊക്കെ എടുക്കുന്നത് അല്ലെ. നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആശ്രിതർക്കും ഇതിന്റെയൊക്കെ ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ അനുഭവിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ എന്താണ് അവിടെ ഒരു കമ്മിറ്റ്മെന്റ് അവിടെ തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസിന് ആ ഒരു സ്ഥാപനത്തോട് ഉണ്ടാവും അല്ലെ. കൺസിഡറിങ് ദാറ്റ് മോസ്റ്റ് പ്ലാൻസ് എന്താണ് പറയുന്നത് ഫോർമുലേറ്റ് ചെയ്യുന്നത്, അങ്ങനെയാണ് അവര് രൂപകൽപ്പന ചെയ്യുന്നത് തന്നെ. എന്താണ് പേഷ്യന്റ് അവിടെയുള്ള അവിടെയുള്ള വർക്കേഴ്സിനെ അല്ലെ എംപ്ലോയീസിനെ സംതൃപ്തിപ്പെടുത്തുക എന്നുള്ള ഒരു രീതി തന്നെയാണ് അവരുടെ ഓർഗനൈസർ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. ദെൻ അവിടെ ഡിപെൻഡൻസിനും കൂടി ആശ്രിതർക്കും കൂടിയും അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ള അസംഷനിൽ എത്തുമ്പോൾ മോസ്റ്റ്ലി അവർക്കൊരു ഇമ്പോർട്ട്മെന്റ് തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവര് മാക്സിമം എഫേർട്ടോട് കൂടിയിട്ട് അവിടെ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവും. ഫോർ എക്സാമ്പിൾ ഇൻ ബെനിഫിറ്റ് ഓറിയന്റേഷൻ സപ്പോസ് ക്യാൻ ബി ഇൻവൈറ്റഡ് ടു പാർട്ടിസിപ്പേറ്റ്. ഓക്കെ, നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ അല്ലെ പങ്കാളികളെ കൂടി പങ്കെടുക്കാനായിട്ട് ക്ഷണിക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് എത്തിക്കുന്നു. കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആശയവിനിമയം അല്ലെ. Earlier, not much attention was paid towards communication different types of benefits planned to the employees by the employers. ഓക്കെ, നമ്മളിപ്പോ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കൊടുക്കുമ്പോൾ എംപ്ലോയറും എംപ്ലോയറുമായിട്ട് ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ഒന്നും നടത്തിയിട്ടൊന്നല്ല കൊടുക്കുന്നത്. നമുക്കറിയാം പഴയ കാലഘട്ടത്തിൽ അതിന് അത്ര പ്രാധാന്യമൊന്നും ഉണ്ടായില്ല അല്ലെ. ഈ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം കൂടുതൽ പ്രാധാന്യം സപ്പോർട്ടീവ് ആയിട്ട് എംപ്ലോയീസിന് കൊടുക്കേണ്ടത് കൊണ്ട് ഇതിനൊക്കെ ആവശ്യമാണ് അല്ലെ. The main attitude behind this was the employers
True that any kind of a benefit which is provided to employees will be appreciated by them. Okay, നമുക്കറിയാം എപ്പോഴും ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്താനായിട്ട് അല്ലെങ്കിൽ അവരെ സർവേ ഒക്കെ നടത്തിയിട്ട് ഈ ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കൊടുക്കാനായിട്ട് തീരുമാനമെടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ എംപ്ലോയർ കൊടുക്കുന്ന പാക്കേജ് അത്ര കണ്ട് വിലമതിക്കുന്നതായിരിക്കണം അല്ലെ, എംപ്ലോയിക്ക് അത്ര കണ്ട് ഒരു കമ്മിറ്റ്മെന്റ് അവരോട് കാണിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടപ്പാക്കിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജ് കൊടുക്കുന്നത്. The literature prepared by the insurance company for the coverage was only available information which was provided to the employees. നമുക്കറിയാം ഇൻഷുറിങ്ങിന് ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് കമ്പനീനെ കുറിച്ചിട്ടൊന്നും ഒരുപാട് സാഹിത്യ അവലോകനങ്ങളൊന്നും അവിടെ വിളിച്ചിട്ടുണ്ടാവില്ല. ആക്ച്വലി ഇത് കൊടുക്കുന്നത് മുഴുവൻ എന്താണ്, അവിടെ എംപ്ലോയർ ആണ് ഇവർക്ക് വേണ്ടിയിട്ട് ഈ ആനുകൂല്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട മനോഭാവം തന്നെയായിരിക്കും എംപ്ലോയറുടെ ഇടയിൽ ഉണ്ടാവുക അല്ലെ. ബട്ട് ഇൻ ദ റീസെന്റ് പാസ്റ്റ് ദിസ് സിറ്റുവേഷൻസ് ഹാസ് ചേഞ്ച്ഡ് സിഗ്നിഫിക്കന്റ്ലി. The different types of information related to be benefit plans are required to be given to the employees by the employers according to the legal framework. പക്ഷെ ഇപ്പൊ നമുക്കറിയാം ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു അല്ലെ. എല്ലാ ലീഗലായിട്ടുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കറിയാം മോസ്റ്റ്ലി എംപ്ലോയീസിനും അവയർനെസ് ഉണ്ട് അല്ലെ. ഇപ്പൊ PF ഒക്കെ മസ്റ്റായിട്ട് ലഭ്യമാകേണ്ടതുണ്ട്. അതിന്റെ കോൺട്രിബ്യൂഷൻ റേറ്റ് ഒക്കെ മസ്റ്റായിട്ടും അവിടെയുള്ള ഓരോ എംപ്ലോയീസിനും ഇതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതും ആവശ്യമാണ്. So apart from this, most of the employers found that employees are not serious about the different types of benefits plans and they do not understand the significance of these benefits plans for themselves and for their families. Okay, നമുക്കറിയാം അപ്പൊ ഇവര് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഓക്കെ ഇതൊക്കെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു ബെനിഫിഷ്യൽ പാക്കേജ് ആണെന്നുള്ള ഒരു മനോഭാവം ഇപ്പൊ നിലവിലെ എംപ്ലോയീസ് ഉണ്ട് അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്കൊക്കെ ഇതിന്റെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആക്ഷൻസ് കിട്ടുന്നത് അത് എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു നിലപാട് കൊണ്ടാന്നുള്ള ഒരു മനോഭാവം തീർച്ചയായിട്ടും എംപ്ലോയിയുടെ ഇടയിലുണ്ട്. Then, moreover, the cost which is incurred by the employer is not recognized by them. അതുകൊണ്ട് തന്നെ ഇത് എന്താണ് ഇതിന്റെ കൂടുതൽ കോസ്റ്റ് വഹിക്കുന്നത് എന്താണ് ഈ എംപ്ലോയർ തന്നെയാണെന്നുള്ള അംഗീകാരം തീർച്ചയായിട്ടും എന്താണ് എംപ്ലോയീസ് നൽകാനായിട്ട് സാധ്യതയുമില്ല അല്ലെ. The dissatisfaction which arises due to different types of misunderstandings regarding the benefits plans can be reduced significantly with the help of effective communication. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ എംപ്ലോയറുടെ ഇടയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും എന്താണ് അവിടെ എംപ്ലോയറും എംപ്ലോയും തമ്മിലൊക്കെ നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം അല്ലെ. നമ്മളിപ്പോ ഇത്രയും റിസ്ക് ഇപ്പൊ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജ് ആണെങ്കിൽ കൂടി നമ്മുടെ കമ്പനി അല്ലെ നമുക്കറിയാം സ്റ്റാറ്റ്യൂട്ടറി ബെനിഫിഷ്യൽ പാക്കേജിന്റെ അണ്ടറിൽ പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും അംഗങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥാപനമായിരിക്കണം അല്ലെ. അപ്പൊ ഇത്രയും അംഗങ്ങളുള്ള സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് വളരാനായിട്ട് സാധ്യത വന്നത് നിങ്ങളുടെയൊക്കെ അധ്വാനം കൊണ്ടാണെന്നുള്ള ഒരു കൺസിഡറേഷൻ അവർക്ക് കൊടുത്ത് അവർക്കും കൂടി അനുകൂലമായിട്ട് അല്ലെ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വെച്ചുകൊണ്ട് തന്നെ അവരെ ഈ ഒരു എന്താണ് ഈ ഒരു നമ്മുടെ ഫേമിലേക്ക് ഇച്ചിരി കൂടി ഇൻവോൾവേഡ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കേണ്ടതും എംപ്ലോയർ തന്നെയാണ്. Then this can also help decrease the employee turnover based upon the degree to which the employees understand the real value of these benefits plans. Okay, നമ്മളിപ്പോ പലതരത്തിലുള്ള ഈ വോളണ്ടറി ആയിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജ് മാത്രമല്ല അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് സംഘടിപ്പിക്കുക അതല്ലെങ്കിൽ സ്പോർട്സ് അല്ലെങ്കിൽ നേരത്തെ നമ്മൾ അല്ലെ ഒരുപാട് ബെനിഫിഷ്യൽ പാക്കേജുകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയുന്നത് എഡ്യൂക്കേഷൻ പാക്കേജ് അല്ലെങ്കിൽ എന്താണ് അവർക്ക് താമസിക്കാനായിട്ട് അല്ലെ ക്വാളിറ്റി ഹോംസ് ഇതൊന്നും സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു ബെനിഫിഷ്യൽ പാക്കേജ് അല്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു പാക്കേജ് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ അവർക്ക് കൊടുക്കണം അല്ലെ. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചും കൂടി സപ്പോർട്ടീവ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ തരുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ബെനിഫിറ്റ് കൃത്യമായിട്ട് അവെയർ ചെയ്യാനായിട്ട് അവിടെയുള്ള എംപ്ലോയീസിനെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ മൂല്യം അല്ലെ വാല്യൂ ഓഫ് ദീസ് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ട് അവർക്ക് കൃത്യമായിട്ട് നല്ല ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. At the same time, the significance of communication for gaining support of employers is also recognized by the employees, so that the attempt of cost containment becomes a success. Okay,
അപ്പൊ ഇങ്ങനെ ഒരു നിയന്ത്രണത്തിൽ വരുമ്പോൾ ഇപ്പൊ ഇൻ കേസ് ഇൻഷുറൻസ് കമ്പനികളൊക്കെ വന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അല്ലെ, ഇങ്ങനെയൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ഒക്കെ കുറവാന്നുള്ള കാര്യം അവർക്ക് അവയർനെസ് ഉണ്ട് എങ്കിൽ കൂടി തീർച്ചയായിട്ടും നമുക്കറിയാം ഇങ്ങനെയൊക്കെ അല്ലെ കൃത്യമായിട്ട് അവർക്ക് മുമ്പിൽ വെളിപ്പെടുത്തി കൊടുക്കണം. ഈ ഇൻഷുറൻസ് കമ്പനികളൊക്കെ നമ്മുടെ സപ്പോർട്ടീവ് ആയിട്ടാണ് അവർ വന്നത്. ഇൻ കേസ് അല്ലാതെ മറ്റു കമ്പനികളെ നമ്മൾ ആശ്രയിച്ചില്ല അല്ലെ. അപ്പൊ നമ്മുടെ മിടുക്കുകൊണ്ട് ആ എംപ്ലോയറുടെ ആ ഓർഗനൈസേഷന്റെ പ്രൊപ്പറേറ്റർ അല്ലെ അവർക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവരെയൊക്കെ നമുക്ക് എന്താണ് കൂട്ടിച്ചേർക്കാനായിട്ട് സാധിച്ചത്. അങ്ങനെയൊക്കെയുള്ള കുറെ നല്ല ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവിടെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നല്ലൊരു അല്ലെ ആ ഒരു എംപ്ലോയർക്ക് നല്ലൊരു കമ്മിറ്റ്മെന്റ് എംപ്ലോയറിന് ലഭ്യമാക്കാനായിട്ടും സാധിക്കും. ഓക്കെ, ഇമ്പോർട്ടന്റ് പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എന്താണ് പറയുന്നത്? എംപ്ലോയീസ് ആർ പ്രൊവൈഡഡ് with the more choice in respect of their own benefit. The importance of the benefit of communication is increasingly essential. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ ഒരുപാട് അവയർനെസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്താണ് കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ റിസ്ക് എടുത്തിട്ടാണ്, എംപ്ലോയർ റിസ്ക് എടുത്തിട്ടാണ് എന്നുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ഇത് കാണിച്ചാൽ മാത്രമാണ് അവർ നല്ലൊരു ബെറ്റർ കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സന്നദ്ധ പ്രകടിപ്പിക്കുള്ളൂ. ഓക്കെ, okay, significance of a communication for gaining support of employers is also recognized by the employees അല്ലെ. അത് ആരുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് എംപ്ലോയീസിന് ലഭ്യമാക്കുക. ഇത് നല്ലൊരു സിഗ്നിഫിക്കൻസ് കമ്മ്യൂണിക്കേഷൻ ഫോർ ഗെയിനിങ് സപ്പോർട്ട് അല്ലെ. നല്ലൊരു ഗെയിനിങ് സപ്പോർട്ട് കിട്ടും എംപ്ലോയേഴ്സിന്. ഇതിനു വേണ്ടിയിട്ടാണ് അംഗീകാരങ്ങൾ കിട്ടുവാനായിട്ട് അല്ലെ. ഒരു നമ്മളുടെ ഒരു അതായത് എംപ്ലോയറിനെ അംഗീകരിക്കാനായിട്ട് സാധിക്കും എന്ത് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഞാൻ പറഞ്ഞ മാതിരി ഇതില് എന്താ പറയുക ഒരുപാട് ഓരോ ഇതിനും അല്ലെ ഓരോ പോയിന്റിൽ നിന്നും എടുത്ത് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. അതേസമയം കണ്ടെയ്ൻമെന്റിൽ കുറച്ച് ഈ 3 ഓൾട്ടർനേറ്റീവ് ടെക്നിക്സുകൾ ചോദിച്ച് കാണാറുണ്ട്. അത് 3 മാർക്ക് ചെയ്യേണ്ടതാണ്. കമ്മ്യൂണിക്കേഷന്റെ ഇടയിൽ വരാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഒരു എന്താണ് അംഗീകാരം അല്ലെ. ഒരു അംഗീകാരം എംപ്ലോയർക്ക് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് സാധിക്കുമാകും എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? Alternative ഇതില് പ്രധാനമായിട്ട് അല്ലെ implemented by many employees at present are stated cost containment methodsകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 രീതികളും കൈകാര്യം ചെയ്യേണ്ടതാണ്. അതൊന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. അതേമാതിരി തന്നെ the main focus remain either on the reduction of size അല്ലെ. ആ ഒരു പോയിന്റ് ജസ്റ്റ് നോട്ട് ചെയ്ത് തരാം. or decreasing the administrative cost linked with the benefit plans. Okay, രണ്ട് രീതിയിൽ നമുക്ക് കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് നടത്താം. അതേമാതിരി തന്നെ വ്യത്യസ്ത മെത്തേഡ് ചോദിക്കുകയാണെങ്കിലും ഈ ഓൾട്ടർനേറ്റീവ് ഡിസൈൻ ഈ താഴെ പറയുന്ന 3 കാര്യങ്ങൾ കൂടി ഒന്ന് നോട്ട് ചെയ്ത് പോയാൽ ഓക്കെയാണോ? കമ്മ്യൂണിക്കേഷനിൽ പ്രധാനമായിട്ടൊന്നും ചോദിച്ച് കാണാറില്ല. പക്ഷെ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് എംപ്ലോയറിനെ അംഗീകരിക്കാനായിട്ട് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് സാധ്യമാകുന്നത്. കാരണം എന്താണ് നമ്മൾ ഇതിന്റെ പ്രോബ്ലംസ് പഠിക്കുന്നുണ്ട്. അപ്പൊ പ്രോബ്ലം ഇമ്പോർട്ടൻസ് കഴിയുമ്പോൾ തന്നെ നമുക്ക് പ്രോബ്ലംസും പഠിക്കാനുണ്ട്. അപ്പൊ പ്രോബ്ലംസിൽ നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എംപ്ലോയീസിന് അറിയാവുന്നതാണ് അല്ലെ. ഇപ്പോ ആക്ച്വലി രീതിയിൽ നമ്മൾക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കേണ്ടതാണ്, അല്ലെങ്കിൽ പെനാൽറ്റീസ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി എന്തെങ്കിലും ബെനഫിറ്റ്സുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾക്ക് ലഭ്യമാക്കേണ്ടത് എന്നുള്ള ഒരു മനോഭാവം വരും എംപ്ലോയീസിന്റെ ഇടയിൽ. പക്ഷെ നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമ്പോൾ നമ്മൾ കുറച്ചും കൂടി റിസ്ക് ഒക്കെ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല ഇൻഷുറൻസ് കമ്പനിയെയാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇത് ചെയ്തേക്കുന്നത് അല്ലെ, അവരെ വെൽക്കം ചെയ്തേക്കുന്നത് നല്ല ഇൻഷുറൻസ് കമ്പനിയെയാണ് എന്നൊക്കെയുള്ള ഒരു മനോഭാവം എംപ്ലോയീസിന്റെ ഇടയിൽ വളർത്തിയെടുക്കാൻ നല്ല ബെറ്റർ കമ്മ്യൂണിക്കേഷൻ അവിടെ ആവശ്യമാണ്. അങ്ങനെ വരുമ്പോഴാണ് അംഗീകാരം എംപ്ലോയിൽ നിന്ന് എംപ്ലോയർക്ക് ലഭ്യമാകുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ?
ഓക്കെ ആണോ? നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഒക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ്. നമ്മൾ എംപ്ലോയീസ് ബെനിഫിറ്റ്സിന് ഏതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഏതൊക്കെ രീതിയിൽ കണ്ടെത്താണ് അല്ലെ, കുറെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടാണ് എംപ്ലോയിന്റെ ബെനിഫിറ്റ്സുകളൊക്കെ തീരുമാനിക്കുന്നതെന്ന് മനസ്സിലായി. ഇനി അതിന്റെ പ്രാധാന്യം എന്താണെന്നുള്ള കാര്യമാണ്. ഫോളോയിങ് ഫാക്ടേഴ്സ് ഹൈലൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. ഫസ്റ്റ്ലി നമുക്ക് നോക്കാം ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഫോർ വർക്കേഴ്സ്. ഓക്കെ, ഫ്രിഞ്ച് ബെനിഫിറ്റ് കിട്ടുമ്പോൾ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി കൂടി വർക്കേഴ്സിന് കിട്ടുന്നുണ്ട് അല്ലെ. എന്താണെന്ന് നോക്കാം. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഹെൽപ്പ് ദ എംപ്ലോയീസ് ടു ബി ഫിനാൻഷ്യലി സൗണ്ട്. ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും അവിടെ ഒരു സാമ്പത്തികമായിട്ട് അല്ലെ അവിടെ എംപ്ലോയീസിന് ഒന്ന് സാമ്പത്തിക സ്ഥിരത കൈവരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അതിനെന്താ കാരണം വെച്ചാൽ മെഡിക്കൽ അസിസ്റ്റൻസ്, കൺസ്യൂമർ സൊസൈറ്റീസ് ആൻഡ് ലീഗൽ ആൻഡ് എഡ്യൂക്കേഷൻ അസിസ്റ്റൻസ്. ഓക്കെ, നമ്മളിപ്പോ ഒരുപാട് ബെനിഫിറ്റ്സ് പഠിച്ചതാണ്. മെഡിക്കൽ അസിസ്റ്റൻസ് എന്താണ്, കൺസ്യൂമർ സൊസൈറ്റി എന്താണ്, ലീഗൽ അല്ലെ എഡ്യൂക്കേഷൻ അസിസ്റ്റൻസ് എന്താണ്. അപ്പൊ അതായത് നമുക്ക് എന്താണ് മെഡിക്കൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ അല്ലെ നമുക്ക് ഫണ്ടിൽ കുറച്ച് ഇളവുകളൊക്കെ കിട്ടാനായിട്ടുള്ള സാധ്യത, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ് ഇൻ കേസ് നമ്മളുടെ അല്ലെ നമ്മളോടൊപ്പം തന്നെ ആശ്രിതർക്കും അതിന്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനായിട്ടുള്ള സാധ്യതകൾ. കൺസ്യൂമർ സൊസൈറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് വലിയ വലിയ അല്ലെ ഒരു ഇതിലാണ് എങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ പോയി നമുക്ക് കളക്ട് ചെയ്യുന്നതിന് പകരം അവിടെ ആ ഒരു ഏരിയയിൽ തന്നെ എന്തെങ്കിലും അല്ലെ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നമുക്ക് കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകുന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ആനുകൂല്യം അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നതാണ്. ഒരുപാട് ബേർഡൻ ആയിട്ട് റിസ്ക് എടുത്തിട്ട് അവർക്ക് മാർക്കറ്റിൽ പോയി ഒരുപാട് എക്സ്പെൻസീവും ആവാതെ തന്നെ സാധനങ്ങൾ അല്ലെ ഒരുപാട് അകലെയൊക്കെ ആണെങ്കിൽ കോട്ടേജിലൊക്കെ അകലെയാണ് എങ്കിൽ നമുക്കറിയാം അവിടെ പോയി കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അല്ലെ. ഒരു കൃത്യമായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ ലഭ്യമാകാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു സുരക്ഷിതമായ ഒരു ഇടമാണ് അല്ലെ. ആവശ്യങ്ങൾ നേരിടുക്കാനുള്ള സുരക്ഷിതമായിട്ട് ഇടമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ലീഗൽ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ലോണുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതൊരു സെക്യൂരിറ്റി കൂടിയാണ് അല്ലെ. മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് തന്നെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ മുന്നേറണമെങ്കിലൊക്കെ ഒരു അല്ലെ സോഴ്സ് നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. അത് പ്രദാനം ചെയ്യുന്നത് ആരാണ്? എംപ്ലോയർ ആണ് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ലഭ്യമാക്കുന്നത്. സോ അതുകൊണ്ടൊക്കെ ഇതെന്താണ് ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് എംപ്ലോയീസിന് ലഭ്യമാക്കുന്നത്. Such benefits result in a substantial savings which can be invested for a financial security after recruitment. ഓക്കെ, നമ്മളുടെ റിക്രൂട്ട്മെന്റ് നടപടികൾക്ക് ശേഷം മീൻസ് അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴാണ് നമുക്ക് ഈ ആനുകൂല്യങ്ങൾക്കൊക്കെ ലഭ്യമാകുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനുശേഷമാണ് നമുക്ക് ഈ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഈ ഒരു സെക്യൂരിറ്റി വർക്കേഴ്സിന് ഇത്തരത്തിലുള്ള സുരക്ഷിതത്വം കാര്യങ്ങളൊക്കെ ലഭ്യമാക്കുന്നത് എന്നുള്ളത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എംപ്ലോയീസിനെ സംബന്ധിച്ചത് ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. Then reduction in attrition rate. ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണോ? ആണോ ഫസ്റ്റ് പോയിന്റ്? ഓക്കെ, the next reduction in attrition rate. റിഡക്ഷൻ ഇൻ attrition rate എന്ന് പറയുന്നത് അതായത് നമ്മൾ ആ കമ്പനിയിൽ നിന്ന് വിട്ടുപോകുന്നതിന്റെ റേറ്റ് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നു. Fringe benefits induce long-term commitment on the part of workers. അല്ലെ, ഇത് ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. എന്താണ് ഇൻഡ്യൂസ് ലോങ് ടേം കമ്മിറ്റ്മെന്റ് ഓൺ പാർട്ട് ഓഫ് വർക്കേഴ്സ്. വർക്കേഴ്സിന് ലോങ് ടേം കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്താണ്? ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആണ്. എന്തുകൊണ്ടാണ് കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കി കൊടുക്കുന്നത്? അവര് നല്ല നല്ല ബെനിഫിഷ്യൽ അല്ലെ ഈ സാലറിക്കൊപ്പം അഡീഷണൽ ആയിട്ടുള്ള പാക്കേജുകളും കൂടിയാണ് അവർക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എന്താണ് ആ ഒരു ഓർഗനൈസേഷനോട് ഒരു അറ്റാച്ച്മെന്റ് അവർക്ക് കൂടുതലാണ് വരുന്നത് അല്ലെ. ദിസ് റിസൾട്ട് ഇൻ റിഡക്ഷൻ ഓഫ് ട്രെയിനിങ് ആൻഡ് റിക്രൂട്ട്മെന്റ് കോസ്റ്റ്. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഇപ്പൊ ഒരു സ്ഥാപനത്തിൽ നിന്ന് എപ്പോഴെപ്പോഴും വിട്ടുപോകുന്നില്ല. ഒരുപാട് നാൾ അവിടെ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല. അത് മാത്രമല്ല വീണ്ടും ആൾക്കാരെ കണ്ടെത്തേണ്ട റിക്രൂട്ട്മെന്റ് നടപടികളുടെ ചെലവൊന്നും വഹിക്കേണ്ടതായിട്ട് വരില്ല അല്ലേ. ശരിയല്ലേ? നമുക്കറിയാം ഒരു തൊഴിൽ ചെയ്തതിനു ശേഷം അതിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യതയുണ്ടെങ്കിൽ എന്താണ് അവിടെ വീണ്ടും ആൾക്കാരെ കണ്ടെത്തേണ്ടതുണ്ട്. ആപ്ലിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നടപടികൾ എത്തുന്ന സെലക്ഷൻ പ്രൊസീജിയേഴ്സ് എടുക്കണം. അങ്ങനെ ഒരുപാട് കോസ്റ്റ് അതുമായി ബന്ധപ്പെട്ട് വരും അല്ലെ.
അതേസമയം നിലനിന്ന് പോവുകയാണെങ്കിൽ, തൊഴിലാളികൾ അവിടെ തന്നെ നിലനിന്ന് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ നമുക്കറിയാം വലിയ കുഴപ്പമില്ല, അവർക്ക് റിഡക്ഷൻ അല്ലെ എന്താണ് റെഡ്യൂസിങ് ട്രെയിനിങ്ങിന്റെ ആവശ്യവുമില്ല, അതോടൊപ്പം തന്നെ റിക്രൂട്ട്മെന്റിന്റെ കോസ്റ്റും വരുന്നില്ല. ഓക്കെ, fringe benefits are key factors that have bearing on the employee's decision to leave or continue with his employer. Okay, clear അല്ലേ? എന്താണ് പറഞ്ഞ ഫസ്റ്റ് റിഡക്ഷൻ ഇൻ അട്രിഷൻ റേറ്റ്, ഫസ്റ്റ് സെന്റൻസ് ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ എന്താണ് ദിസ് റിസൾട്ട് ഈസ് റിഡക്ഷൻ ഓഫ് ട്രെയിനിങ് ആൻഡ് റിക്രൂട്ട്മെന്റ് കോസ്റ്റ്. അവിടെ എന്താണ് വിട്ടുപോകാത്ത കാരണം കൊണ്ട് തന്നെ അവിടെ നിലനിന്ന് പോകാനായിട്ട് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അവർക്ക് എന്താണ് ട്രെയിനിങ്ങിനൊന്നും അഡീഷണൽ പേയ്മെന്റും വരുന്നില്ല, റിക്രൂട്ട്മെന്റ് കോസ്റ്റും കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നു. Fringe benefits are key factors that have a bearing on the employee's decision to leave or continue with his employer. കാരണം അവർക്ക് ഒരുപാട് നാള് ഇവരോടൊപ്പം തന്നെ അല്ലെ, നമുക്കൊരു സാലറി മാത്രം തരുന്ന ഒരു തൊഴിലുടമയാണോ, സാലറിയുടെ ഒപ്പം അഡീഷണൽ ആയിട്ട് കുറെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ കൂടി തരുന്ന ഒരു എംപ്ലോയറുടെ കൂടെയാണോ കുറെ 4-5 വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവുക? സാലറി മാത്രം തരുന്ന എംപ്ലോയറുടെ കൂടെ ആയിരിക്കും? അല്ല അല്ലെ, നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ബെനിഫിഷ്യൽ പാക്കേജും കൂടി തരുന്ന എംപ്ലോയറിന്റെ കൂടെ ആയിരിക്കും കൂടുതൽ നാള് നമുക്ക് ജോലി ചെയ്യാനായിട്ട് താല്പര്യം അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് കീ ഫാക്ടർ ആണ്, അതിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഒരുപാട് നാള് അല്ലെ ആ ഒരു എംപ്ലോയീസിന് തീരുമാനമെടുക്കാനുള്ള ഒരു പവർ കൊടുക്കുന്നു അല്ലെ. ആ ഒരു എംപ്ലോയറുടെ കൂടെ ഒരുപാട് നാള് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു പവർ കൊടുക്കുന്നത് ഈ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന പാക്കേജ് ആണ്. കാരണം അവർക്ക് സാലറിക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പൊ എംപ്ലോയറിനെ സംബന്ധിച്ച് എന്താണ് അട്രിഷൻ റേറ്റ് എന്ന് വെച്ചാൽ വിട്ടുപോകുന്ന റേറ്റ് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുകയും ചെയ്യും. എംപ്ലോയീസിനെ സംബന്ധിച്ച് ഈ ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാകുന്നത് കൊണ്ട് തന്നെ എംപ്ലോയറിനോട് ഒരു കമ്മിറ്റ്മെന്റിനോട് കൂടിയിട്ട് അവിടെ എന്താണ് നിലനിന്ന് പോകാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. ദെൻ അവരെ സംബന്ധിച്ച് എംപ്ലോയറിനെ സംബന്ധിച്ച് ട്രെയിനിങ് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു, അതോടൊപ്പം തന്നെ റിക്രൂട്ട്മെന്റ് കോസ്റ്റും റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എൻഹാൻസ്മെന്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി. എന്താണ് എൻഹാൻസ്മെന്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്? ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൽ അല്ലെ, എന്താണ് എൻഹാൻസ്മെന്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. Fringe benefits improve motivation, take care of the health of employees, help the employees to relax mentally and physically with the schemes like holiday homes and sports, and impart many other benefits. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, സാലറിക്ക് പുറമെ പല പല തരത്തിലുള്ള ബെനിഫിറ്റ്സുകളുണ്ട് അല്ലെ. ഇപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന ഹോളിഡേ ഹോംസ്, ഇൻ കേസ് ആഴ്ചയിലൊക്കെ പോയി വരുമ്പോ അല്ലെ ഒരു ദിവസമൊക്കെ ഹോളിഡേ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വീട് വരെ എത്തിപ്പെടാനൊക്കെ ആയിട്ട് പറ്റാത്തൊരവസ്ഥയ്ക്ക് ഉണ്ടെങ്കിൽ അവിടെ തന്നെ തങ്ങാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിനോദത്തിൽ ഏർപ്പെടാനുള്ള അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും അല്ലെ ഒരു മെന്റലി ഫിസിക്കലി നല്ല എന്താണ് റിലാക്സേഷൻ ഒക്കെ കിട്ടുന്ന തരത്തിലുള്ള അവസരങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക. ഇൻ കേസ് ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിച്ച് അല്ലെങ്കിൽ ഒരു ട്രിപ്പ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്ത് കൊടുക്കുമ്പോഴെന്താണ് അവിടെയുള്ള എംപ്ലോയീസിന് എപ്പോഴും ഭയങ്കര സ്ട്രെസ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നില്ല അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഇംപ്രൂവ് മോട്ടിവേഷൻ, അവരെ പ്രേരിപ്പെടുത്തുന്നു അല്ലെ. ഇതിന് വേണ്ടിയിട്ട് ടേക്ക് കെയർ ഓഫ് ഹെൽത്ത് ഓഫ് എംപ്ലോയീസ്, അവിടെ നമ്മളെ എംപ്ലോയീസിന്റെ ആരോഗ്യത്തിനെയും കൂടി പ്രീതിപ്പെടുത്തുന്നുണ്ട് അല്ലെ. അവർക്കും കൂടി എന്താണ് അവരുടെ ആരോഗ്യം ഓക്കെ, നമുക്ക് എപ്പോഴും സ്ട്രെസ് ചെയ്ത് എന്താണ് മാനസികമായിട്ട് തകരുന്ന ഒരു അവസ്ഥയിലേക്കല്ല, എന്താണ് ഫിസിക്കലി ആൻഡ് മെന്റലി നമുക്ക് റിലാക്സ് ചെയ്തുകൊണ്ട് തന്നെ ജോലിയിലേക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഒരു അവസരങ്ങളാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് പാക്കേജുകളായിട്ട് അനുവദിക്കുന്നത് അല്ലെ. അപ്പോ അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. then അതിലെ പറയുന്നുണ്ട് എംപ്ലോയീസ് വിത്ത് എ ഹെൽത്തി മൈൻഡ് ആൻഡ് body and feeling of security and high efficient and perform better in terms of quality. Okay,
ക്വാളിറ്റി, അതായത് എംപ്ലോയീസ് വിത്ത് എ ഹെൽത്തി മൈൻഡ് അല്ലെ, ഒരിപ്പോ ഇങ്ങനെ സ്ട്രെസ് ഒന്നും ഇല്ലാതെ നല്ല റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു മൈൻഡ്, ആരോഗ്യമുള്ള ഒരു മനസ്സെന്ന് പറയുന്നത് നമുക്കറിയാം നല്ല രീതിയിൽ ഉത്സാഹഭരിതരായിട്ട് തന്നെ അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അതേസമയം സ്ട്രെസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ആരോഗ്യമൊക്കെ ക്ഷയിക്കാനായിട്ടുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. then അവരുടെ ഫീലിങ്സിനൊക്കെ ഒരു റിലാക്സേഷൻ ഒക്കെ കിട്ടും. അത് മാത്രമല്ല അവർക്കൊരു സെക്യൂരിറ്റി ഉണ്ട് അല്ലെ, ഇൻ കേസ് ഭാവിയിൽ ഫ്യൂച്ചറിനെയും കൂടെ കൺസിഡർ ചെയ്യുന്ന ഇൻഷുറൻസ് പാക്കേജുകളൊക്കെ അനുവദിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഫ്യൂച്ചറിനെയും കൂടിയും ഒന്ന് സേഫ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു കോൺഫിഡൻസ് കൂടി അല്ലെ, ഒരു മാനസികമായിട്ടുള്ള ഒരു സേഫും കൂടിയും അവിടെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴെന്താണ് അവിടെ മോട്ടിവേറ്റ് ചെയ്ത് അല്ലെ, അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ എന്താണ് നല്ല എഫിഷ്യന്റ് ആയിട്ട് കാര്യക്ഷമമായിട്ട് അല്ലെ, ഹൈലി എഫിഷ്യന്റ് ആയിട്ട് പെർഫോം ബെറ്റർ ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി, ഗുണമേന്മയുള്ള അല്ല ഒരു ഇത് അല്ലെ, എന്താണെങ്കിലും സർവീസ് ആണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും ഗുണമേന്മയുള്ള രീതിയിൽ തന്നെ ഔട്ട്കംസ് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം അവരുടെ മൈൻഡും ഒക്കെയാണ് അല്ലെ, ഫിസിക്കലി മെന്റലി അവര് ഫിറ്റ് ആവുന്ന ഒരു അവസരങ്ങളാണ് അവിടെ ബെനിഫിഷ്യൽ പാക്കേജുകളായിട്ട് എംപ്ലോയർ അവർക്ക് വേണ്ടിയിട്ട് നൽകുന്നത്. സോ മോട്ടിവേറ്റഡ് വർക്കേഴ്സ് ആർ എൻഡ്യൂസ്ഡ് to improve their abilities and knowledge. ഓക്കെ, അപ്പൊ അവിടെ ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. എന്താണ് അവിടെ ഉത്സാഹത്തോടു കൂടിയിട്ട് തന്നെ അവിടെയുള്ള വർക്ക് ചെയ്യാനായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾസ് എംപ്ലോയീസിന് സാധിക്കുന്നു എന്നുള്ളതാണ്. ഓൾ ദീസ് ഫാക്ടേഴ്സ് ഹാവ് എ പോസിറ്റീവ് എഫക്ട് ഓൺ പ്രൊഡക്ടിവിറ്റി. അപ്പൊ ഇതെല്ലാം എന്താണ്, പ്രൊഡക്ടിവിറ്റി ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട പോസിറ്റീവ് ആയിട്ടുള്ള ഘടകങ്ങളാണ്. ഓക്കെ, ഫ്രിഞ്ച് ബെനിഫിറ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, എംപ്ലോയീസിനെ ഒന്നുകൂടി മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുകയാണ് അല്ലെ, നല്ല ഉത്സാഹത്തോടു കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് നല്ലതാണ് അല്ലെ, പ്രാധാന്യത്തോടു കൂടി എടുക്കുമ്പോൾ അത് ഒരുപടി എന്താണ് ഗുണമേന്മ വർദ്ധിപ്പിച്ചുള്ള വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. ഓക്കെ, ക്ലിയർ ആണോ? പോയിന്റ്സ് വായിച്ചു നോക്കേണ്ടതുണ്ടോ? ഫിനാൻഷ്യലി സപ്പോർട്ടും വായിച്ചു നോക്കേണ്ടതാണ്. വായിച്ചു നോക്കിയവര് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഉത്സാഹത്തോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ motivated workers are enthused to improve their ability and knowledge. അവരുടെ കഴിവും അറിവും ഒക്കെ എന്താണ് വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് വികസിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് ഉത്സാഹഭരിതരാകുന്നു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള വർക്കേഴ്സ്. കാരണം അവർക്ക് ഇപ്പൊ പുതിയ പുതിയ കോമ്പറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ചാലഞ്ച് വന്നാലും അതിനെ ഫേസ് ചെയ്യാനായിട്ട് അവര് മനസ്സിൽ അനുവദിക്കുന്നുണ്ട്. കാരണം അവരൊക്കെയാണ് അല്ലെ, അവർക്ക് മൈൻഡും ഫിസിക്കലി മെന്റലി അവര് എന്താണ് നല്ല ഒരു അറ്റ്മോസ്ഫിയറിലാണ് അവിടെ എംപ്ലോയർ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ചാലഞ്ചസ് വന്നാലും അതിനെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു മനോഭാവം കൂടി അവര് കാണിക്കും. അങ്ങനെ വരുമ്പോൾ എന്താണ് പുതിയ പുതിയ എബിലിറ്റീസും നോളജും അവരെ നേടിയെടുക്കാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്യും. ഓക്കെ, ഇവിടെ ഫിനാൻഷ്യലി സെക്യൂരിറ്റി ഫോർ വർക്കേഴ്സ്. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് directly or indirectly help the employees to be financially sound അല്ലെ, like dash directly or indirectly help the employees to be financially sound എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക നേരിട്ടോ അല്ലാതെയോ നമുക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നതാണ് എന്ത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അല്ലെ. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. എല്ലാം പോയിന്റ്സും ജസ്റ്റ് ഫസ്റ്റ് ലൈനിനൊക്കെ ജസ്റ്റ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഇൻക്ലൂസ് ലോങ് ടൈം കമ്മിറ്റ്മെന്റ് ഓൺ ദ പാർട്ട് ഓഫ് വർക്കേഴ്സ്.
ഇതും അല്ലെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആണ് അവിടെ കമ്മിറ്റ്മെന്റ്, അവിടെ ആ ഒരു സ്ഥാപനത്തിനോട് കുറച്ചും കൂടി അറ്റാച്ച്മെന്റ് വരുത്തുന്നത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആണ് അല്ലെ. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഉള്ളത് കൊണ്ടാണ് അവിടെ വിട്ടുപോകാതിരിക്കാനായിട്ട് എംപ്ലോയിക്ക് ശ്രമം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഓക്കെ, അതും ജസ്റ്റ് നോട്ട് ചെയ്യാം. ഓക്കെ അല്ലേ, ജസ്റ്റ് ഒന്ന് വായിക്കാം. Security after financial security after retirement. Okay. മുകളിലത്തെ കാര്യങ്ങളായിരിക്കും അല്ലെ. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആഫ്റ്റർ റിട്ടയർമെന്റ് ആൻഡ് റിക്രൂട്ട്മെന്റ് എന്തെന്ന് പറയുന്നതിന്റെ കാരണം ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഇൻ കേസ് റിട്ടയർമെന്റ് കഴിഞ്ഞാൽ കൂടി നമുക്ക് മെഡിക്കൽ അലവൻസുകൾ കിട്ടുന്നുണ്ട് അല്ലെ. മെഡിക്കൽ ആയിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ അവിടെ ലഭ്യമാകുന്നുണ്ട്. അതുകൊണ്ടാണ് റിട്ടയർമെന്റിന് ശേഷവും ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഇൻഷുറൻസ് ഒക്കെ എന്തെങ്കിലും ഇൻഷുറൻസ് പാക്കേജുകളൊക്കെ ലഭ്യമാകുന്നുണ്ടെങ്കിൽ എന്താണ് റിട്ടയർമെന്റിന് ശേഷം അതിന്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നുണ്ട് അല്ലെ. അതുകൊണ്ടാണ് ആ ഒരു പാക്കേജ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ, നമുക്കൊരു പോയിന്റും കൂടി എടുത്തേക്കാം. ഇതുപോലെ കഴിഞ്ഞാൽ ഇമ്പോർട്ടൻസ് കഴിയും. ഓക്കെ, ജസ്റ്റ് നോക്കാം. ക്രിയേറ്റ് ട്രസ്റ്റ് ആൻഡ് വാംത്ത് ഇൻ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ്. ട്രസ്റ്റ് ആൻഡ് വാംത്ത് ഇൻ എംപ്ലോയർ എംപ്ലോയി റിലേഷൻ എന്ന് പറയുന്നത് തൊഴിലുടമയും തൊഴിലാളിയും തമ്മിൽ നല്ലൊരു അന്തരീക്ഷം അല്ലെ, നല്ലൊരു ബന്ധം പുലർത്തിക്കൊണ്ട് പോകാനായിട്ട് ഈ ഒരു ഫ്രഞ്ച് ബെനിഫിറ്റ്സിനെ കൊണ്ട് സാധിക്കുന്നു. ഫ്രഞ്ച് ബെനിഫിറ്റ്സ് മേക്ക് ദ എംപ്ലോയി ഫീൽ ദാറ്റ് their needs are taken care of by the employer. ഓക്കെ, നമ്മളിപ്പോ ഒരു ട്രാവലിംഗ് അലവൻസ് കൊടുക്കാമെന്ന് അത് വോളണ്ടറി അവരെ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ലഭ്യമാക്കുന്നതാണ്. അവിടെ ട്രാവലിംഗ് ഇൻ കേസ് നമ്മൾ എല്ലാവരെയും കൂടി അല്ലെ, ഇപ്പൊ ഒരു ടെക്നോ പാർക്കിലൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ, ഇൻഫോ പാർക്ക് ടെക്നോ പാർക്കൊക്കെ ഉള്ള ഏജൻസികളിലൊക്കെ എന്താണെന്ന് വെച്ചാൽ അവിടെ എംപ്ലോയീസിനെ കളക്ട് ചെയ്തിട്ട് കമ്പനിയിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നു. ദെൻ വീണ്ടും അല്ലെ ഷിഫ്റ്റ് ഓരോ സമയം കഴിയുമ്പോഴും അവിടെ അവർക്ക് അവരവരുടെ പ്ലേസുകളിലേക്ക് എത്തിക്കുന്നു അല്ലെ. അവിടെ എന്താണ് അവിടെ എംപ്ലോയിയും തീർച്ചയായിട്ടും നമുക്കറിയാം അവർക്ക് സമയത്തിന് ആൾക്കാരെ കിട്ടുവാനായിരിക്കും. ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടി എംപ്ലോയിക്ക് മനസ്സിലാവുന്നു നമ്മളുടെ ബുദ്ധിമുട്ടുകൾ എംപ്ലോയർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അലവൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ക്യാൻറ്റീൻ സർവീസുകൾ അല്ലെങ്കിൽ ഷിഫ്റ്റ് ഡ്യൂട്ടിക്ക് അനുസരിച്ചിട്ട് വരാനായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് അല്ലെ, അവിടെ ട്രാവലിംഗ് അലവൻസ് പോലെ തന്നെ അവിടെ ക്യാൻറ്റീൻ സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞിട്ടാണ് എംപ്ലോയർ വർദ്ധിക്കുന്നതെന്നുള്ള ഒരു മനോഭാവം അവിടെ വരികയാണ്. ഓക്കെ, അതാണ് പറയുന്നത് ഫ്രഞ്ച് ബെനിഫിറ്റ്സ് മേക്ക് ദ എംപ്ലോയീസ് ഫീൽ ദാറ്റ് their needs are taken care of by the employer. തൊഴിലുടമ അത് മനസ്സിലാക്കുന്നുണ്ട്. Reward for good performance assure employees that their work is being recognized by the employer. വീണ്ടും ഒരു കാര്യം പറയാണ്, നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ എന്തെങ്കിലും റിവാർഡുകൾ നൽകുന്നുണ്ടെങ്കിൽ ഓക്കെ അതൊരു അംഗീകാരം നൽകുന്നതിന് തുല്യമാണ് അല്ലെ. അവിടെ ബെനിഫിഷ്യൽ ആയിട്ട് എന്തെങ്കിലും കൂടുതലായിട്ടുള്ള എന്താണ് ഇൻക്രീസ് അല്ലെ സാലറി ഒക്കെ ഇത്തിരി കൂടി കൂട്ടി കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ 5 ദിവസം പാരിതോഷികങ്ങളൊക്കെ കൊടുക്കുമ്പോൾ കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നത് ഓക്കെ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുന്നതും അവർ കാണുന്നുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ അവർ ലഭ്യമാക്കുന്നുണ്ട്.
അപ്പൊ ബുദ്ധിമുട്ടുകളും കാണുന്നുണ്ട്, അതേമാതിരി തന്നെ എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്കുകളും അവർ കാണുന്നുണ്ട് എന്നുള്ള ഒരു മൈൻഡിലേക്ക് എംപ്ലോയീസിന് എത്താനായിട്ട് സാധിക്കുന്നു. Then all in all, a spirit of a mutual trust prevails between the employer and the employee. അങ്ങനെ വരുമ്പോൾ എന്താണ്, നമുക്കൊരു വിശ്വസ്തത വരും അല്ലെ. അങ്ങനെ വരുമ്പോൾ തൊഴിലുടമയും തൊഴിലാളിയും തമ്മിൽ വിശ്വസ്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. കാരണം എന്റെ ബുദ്ധിമുട്ടുകൾ, എംപ്ലോയിയുടെ ബുദ്ധിമുട്ടുകളും അദ്ദേഹം കാണുന്നുണ്ട്, അതേമാതിരി തന്നെ നമ്മൾ ചെയ്യുന്ന വർക്കിനുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ തൊഴിലാളിക്കും തൊഴിലുടമയും തമ്മിൽ നല്ലൊരു ബെറ്റർ അല്ലെ, ഒരു നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തുകയും നല്ലൊരു ട്രസ്റ്റ് അല്ലെ, നല്ലൊരു വിശ്വാസം അവർക്ക് ഉള്ളിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്താ പ്രാധാന്യം, ആ ഓർഗനൈസേഷനിൽ നിന്ന് വിട്ടുപോകാനായിട്ട് തൊഴിലാളികൾ തയ്യാറാവില്ല, ആത്മാർത്ഥമായിട്ട് സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടും അവര് തയ്യാറാവും. ശരിയാണോ? ആണോ? ചിലതൊക്കെ നമുക്കറിയാം, അവരുടെ കുറച്ച് നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലേ കാൻഡിഡേറ്റ് സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്തിന് തന്നെ എത്തിച്ചേരണം, അല്ലെങ്കിൽ ട്രാവലിംഗ് അലവൻസ് ഒക്കെ, ട്രാവലിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഫെസിലിറ്റീസ് ഒക്കെ പ്രദാനം ചെയ്ത് അവിടെ എന്താണ് ആബ്സെന്റീസ് ഒന്നും ഇല്ലാതെ തന്നെ എല്ലാവരും കറക്റ്റ് സമയത്ത് എത്തിപ്പെടാനൊക്കെയാണ്. തീർച്ചയായിട്ടും രണ്ട് രീതിയിലും അത് ചിന്തിക്കാം. എനിവേ കൂടുതലായിട്ടും എംപ്ലോയി എന്താണ് ഒരു കമ്മിറ്റ്മെന്റ് ആ ഒരു എംപ്ലോയറിനോട് കാണിക്കേണ്ടതായിട്ട് വരുന്നത്, കാരണം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ള ഒരു പരിഗണന. അവിടെ എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് ആണ്, ഈ ഫ്രിഞ്ച് ബെനിഫിറ്റ്സിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ വിവരിച്ചത്. അപ്പൊ അവിടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഉണ്ടാകുന്നു. അതേമാതിരി തന്നെ എന്താണ് വിട്ടുപോക്ക് അല്ലെ, അവിടെ അട്രിഷൻ റേറ്റ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നു. അതേമാതിരി തന്നെ എൻഹാൻസ്മെന്റ്, ഇതെല്ലാം നിങ്ങളിങ്ങനെ ഇതിന്റെ പ്രത്യേകത ഈ ചാപ്റ്ററിലുടനീളം ഒരുപാട് അല്ലെങ്കിൽ ഇപ്പൊ എംപ്ലോയീസ് ബെനിഫിറ്റ്സ് ഉണ്ട്, എംപ്ലോയീസ് റിലേഷൻ ഉണ്ട്, യൂണിയൻ ഉണ്ട്, ട്രേഡ് യൂണിയൻ ഉണ്ട്, അതേപോലെ തന്നെ കളക്റ്റീവ് ബാർഗെയിനിങ് ഉണ്ട്. ഇതിന്റെയൊക്കെ ഒരു എന്താണ് ഡെഫിനിഷൻ ഉണ്ടാവും, കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ടാവും, ഫാക്ടേഴ്സുകൾ ഉണ്ടാവും, അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ മെയിനായിട്ട് നിങ്ങൾക്ക് മോർ എക്സാം ക്വസ്റ്റനോ അങ്ങനെയുള്ള കാര്യങ്ങളോ നല്ല ചോദ്യത്തിന്റെ ഒക്കെ മോക്ക് ടെസ്റ്റ് പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി നിങ്ങൾ മനസ്സിലാക്കുക, എന്തിന്റെയാണെങ്കിലും ആ ഹെഡിങ്സ് അല്ലെ, വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയീസ് ബെനിഫിറ്റ്സ്, അതിന്റെ ആ ഹെഡിങ്സ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതല്ലെങ്കിൽ പലതെല്ലാം കൂടി കൂട്ടിക്കുഴച്ച് വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ജസ്റ്റ് എടുക്കുമ്പോൾ തന്നെ അത് വായിച്ചു പോകുമ്പോൾ ആ ഹെഡിങ്സ് ഒക്കെ ഒന്ന് വായിച്ചു പോകുമ്പോൾ ഏതാണ്ട് നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ തന്നെ ക്യാച്ച് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഈ പോയിന്റ്സുകൾ 4 എണ്ണത്തിന്റെ ഹെഡിങ്സ് ഓർത്ത് വെക്കുക. ഇമ്പോർട്ടൻസ് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി വെക്കുക. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഫോർ വർക്കേഴ്സ്, റിഡക്ഷൻ ഇൻ അട്രിഷൻ റേറ്റ്, എൻഹാൻസ്മെന്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി, then create trust and warmth in employer-employee relationship. Okay ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒക്കെയാണോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഞാൻ നോട്ട് ചെയ്യാൻ പറയുന്നത് നോട്ട് ചെയ്ത് പോകുന്നുണ്ടോ? ബാക്കി എന്തായാലും പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്താൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്.
ഒന്നിച്ചില്ലാതെ തീരില്ല. അപ്പൊ നമുക്ക് ഫസ്റ്റ് പോയിന്റ് ഒന്ന് തുടങ്ങിയിരുന്നോ? ആരും റെസ്പോണ്ട് ഇല്ല. ഞാൻ തന്നെ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ ഓക്കെ ബൈ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am.